നമസ്കാരം. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. ഒരു സാധാരണ മിമിക്രി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരവധി വിവാദങ്ങളുടെ താരത്തിന് കടന്നുപോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ്. ഇക്കാലത്ത് തന്നെ പല തരത്തിലുള്ള ഗോസിപ്പുകളും സിനിമാ മേഖലയുമായി ചുറ്റിപ്പറ്റി ഉയർന്നു വന്നിരുന്നു. അതുപോലെ ദിലീപ്, കാവ്യമാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. ദിലീപ് തന്റെ കരിയറിന്റെ അത്യുന്നതകൾ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വരുന്നത്. മലയാള സിനിമയിൽ ഒരു കോളിളക്കം തന്നെയായിരുന്നു ആ സംഭവം. ദിലീപും മഞ്ജുവും പിരിഞ്ഞ ശേഷം മഞ്ജുവിന് സിനിമയിൽ തന്നെ നിരവധി കൂട്ടുകാർ ഉണ്ടായിരുന്നു. അതിലൊരാൾ പിഷാരടിയാണ്. എപ്പോഴും മഞ്ജുവിന്റെ കൂടെ കാണും. ഇവരുടെ വിദേശ യാത്രകളുടെ ചിത്രങ്ങൾ വരെ വൈറലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആ പിഷാരടി ദിലീപിനൊപ്പം കൂട്ടുകൂടുകയാണ്. ഇതാദ്യമായല്ല ദിലീപിനൊപ്പം രണ്ടാം തവണയാണ് പിഷാരടി വന്നിരിക്കുന്നത്. ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് മഞ്ജുവിനെ വിട്ട് ദിലീപിനെ പിടിച്ചോ എന്നാണ്. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മേധാവിയും ഫ്ലവേഴ്സ് ചെയർമാനുമായ ഗോകുലം ഗോപാലിന് സ്നേഹാദരമൊരുക്കിയ പരിപാടിയായിരുന്നു സുഹൃത്തപദം. പരിപാടിയുടെ സ്വാഗത സംഘം ഓഫീസ് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. ഫ്ലവേഴ്സിന്റെ മെഗാ ഷോ ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് വെച്ച് നടന്നിരുന്നു. ആഗസ്റ്റ് 20-ന് കോഴിക്കോട് വെച്ച് നടന്ന ഷോയിൽ ദിലീപ് ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പരിപാടിയിൽ ഭാഗമായിരുന്നു. പിഷാരടി, ലക്ഷ്മി നക്ഷത്ര, അശ്വതി ശ്രീകാന്ത് തുടങ്ങിയ അവതാരക കുലികൾ രംഗത്തെത്തിയ ഷോയിൽ ഉണ്ണി മുകുന്ദൻ, ദിലീപ്, നിവിൻ പോളി തുടങ്ങിയ സിനിമാ രംഗത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഗോകുലം ഗോപാലിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ദിലീപ് പറഞ്ഞ വാക്കുകളും സംസാരത്തിനിടയിൽ ദിലീപ് പിഷാരടിക്ക് തന്റെ പേര് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്റെ സഹോദരങ്ങൾക്ക് നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. കാരണം ഞാൻ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ കൂടി. ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഗോപാലേട്ടൻ എന്ന മനുഷ്യ സ്നേഹിയെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഉതകുന്ന ഒരു പാഠപുസ്തകമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വളർച്ചയുടെ 66 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് പറയാൻ. അദ്ദേഹം മേക്കപ്പ് ഇട്ടു നടക്കുകയാണോ എന്ന് തോന്നിപ്പോകും. കാരണം മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് ചെറുപ്പമാണ്. ഒരുപാട് പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അഭിമാനിക്കാൻ ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല അദ്ദേഹം നാഥനായിട്ടുള്ളത്. കേരളത്തിലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും പറയാൻ ആകുന്ന, എന്ത് സങ്കടവും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് ഗോപാലേട്ടൻ. ഗോപാലേട്ട, എല്ലാ വളർച്ചയിലും ഈശ്വരനൊപ്പം ഉണ്ടാകട്ടെ ദിലീപ് ആശംസിക്കുന്നു. ഈ സമയത്ത് പിഷാരയുടെ വാക്കുകൾ ചർച്ചയാവുകയാണ്. പിഷാരടി പറയുന്നത് ഇങ്ങനെ: പേര് മാറ്റിയത് കൊണ്ടാണ് ദിലീപ് ആയത്. ശരിക്കുള്ള പേര് ഗോപാലൻ എന്നാണെന്ന് നമ്മൾക്കറിയാം. അതിനുത്തരം ദിലീപ് നൽകുന്നത് ഇങ്ങനെ: ഞാൻ ഗോപാലകൃഷ്ണനാണ് എന്നാണ്. തിരിച്ച് പിഷാരടി മറുപടി നൽകുന്നത് ഇങ്ങനെ: എന്നാൽ ഗോകുലം ഗോപാലകൃഷ്ണൻ എന്ന് ആക്കിയാലോ? അതിന് ദിലീപ് ഉത്തരം നൽകുന്നത് അത് പുള്ളി സമ്മതിക്കില്ല എന്നാണ്. ഈ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്. അതേസമയം മഞ്ജു വാര്യരുമായി അടുത്ത ബന്ധമാണ് രമേശ് പിഷാരടിക്ക്. മഞ്ജു ചേച്ചിയാണ് എങ്കിൽ ദിലീപ് ചേട്ടൻ സ്ഥാനത്താണ് ഉള്ളതെന്ന് വീഡിയോയിൽ നിന്നും തങ്ങൾക്ക് വ്യക്തമാകുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. അതേസമയം നേരത്തെ റിമി പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. വിദേശത്തോ മറ്റോ പരിപാടിക്ക് പോയപ്പോൾ സുഹൃത്തുക്കളായ താരങ്ങളുടെ കൂടെയുള്ള ചിത്രങ്ങളായിരുന്നു ഗായിക പങ്കുവച്ചത്. നിവിൻ പോളിക്കും ജയസൂര്യനുമൊപ്പം ഇരിക്കുന്ന സെൽഫിയാണ് റിമി ആദ്യം പങ്കുവച്ചത്. മൂവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ചിത്രത്തിന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവർ എന്ന ക്യാപ്ഷനാണ് കൊടുത്തത്. ചിത്രത്തിൽ നിവിൻ പോളിയെയും ജയസൂര്യയും കണ്ടതോടെ ഇതിന് താഴെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. കേസ് ഡിസ്കഷൻ ആണോ? ഒരുത്തൻ വെട്ടി കേസായിട്ടുണ്ട്, കയറി പിടിച്ചവനുമുണ്ടല്ലോ, ആ മ്യൂസിക് എങ്കിലും ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് തുടങ്ങി അടുത്തിടെയായി നടന്മാരുടെ പേരിൽ ഉയർന്ന ആരോപണങ്ങൾ മുൻനിർത്തിയാണ് ചിലർ കമന്റുകളുമായി അന്നെത്തിയത്. മാത്രമല്ല, ഈ ഫോട്ടോയിൽ ദിലീപിനെ കാണാത്തതിനെ പറ്റിയും ചിലർ ചോദിച്ചിരുന്നു. ഇതോടെ തൊട്ടടുത്തായി ദിലീപിനും ഉണ്ണിമുകുന്ദനും ഒപ്പമുള്ള ഫോട്ടോയാണ് റിമി പങ്കുവച്ചത്. മൂവരും ഒരു ബസ്സിനുള്ളിൽ യാത്ര ചെയ്യുന്ന ചിത്രമായിരുന്നു അത്. ആദ്യത്തെ ഫോട്ടോയിൽ ദിലീപേട്ടനെ ചോദിച്ചവർക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഒരു ആരാധകൻ കമന്റിട്ടത്. ഏറ്റവും ഒടുവിൽ രമേശ് പിഷാരടി, സാനിയ അയ്യപ്പൻ, സൈനോര, വിധു പ്രതാപ് എന്നിവർക്കൊപ്പമുള്ള ഫോട്ടോയായിരുന്നു റിമി പോസ്റ്റ് ചെയ്തത്. ഇതിൽ രമേശ് പിഷാരടിയെ കുറിച്ചായിരുന്നു കമന്റുകൾ. കൂടുതൽ പേരും പിഷാരടിയെ വിമർശിച്ചുകൊണ്ടാണ് എത്തിയിരുന്നത്. കുമ്മൻ പിഷാരടി ഒന്നുകിൽ മമ്മൂക്കിയുടെ പുറകെ, അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബന്റെ പുറകെ, അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ പുറകെ. ഇതാ ഇപ്പോൾ ഇവിടെയും. കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ ഇവന് സ്വന്തമായി കുടുംബമൊന്നുമില്ലേ? എല്ലാവരുടെയും പുറകെ ഇങ്ങനെ മണപ്പിച്ച് നടക്കുവാണ്. മമ്മൂക്ക ഇല്ലാത്ത പിഷുവിന്റെ ഫോട്ടോസോ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ ദിലീപിന്റെ ഒപ്പമായോ യാത്ര? എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ.